ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വേസ്റ്റ് ലൈൻ, അതായത് നമ്മൾ വീടിൻ്റെ ഒരു പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ സിങ്കിൻ്റെ വേസ്റ്റ്, അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന കിച്ചണിൻ്റെ വേസ്റ്റ്, നമ്മൾ സിങ്കിൻ്റെ വേസ്റ്റ്, അതായത് കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ്, കുളിക്കുന്ന വെള്ളം, പിന്നെ സെപ്റ്റി ടാങ്കിൻ്റെ വേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ കണക്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളിവിടെ ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്ന സെപ്റ്റി ടാങ്കിൻ്റെ 4 ഇഞ്ചിൻ്റെ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ നമ്മൾ പൈപ്പുകളെല്ലാം തന്നെ കണക്ട് ചെയ്ത് പോയിരിക്കുന്നത് നമ്മുടെ ബാത്റൂമുകളിലേക്കാണ് പോയിരിക്കുന്നത്. ബാത്റൂമുകളിൽ നിന്ന് നേരെ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് നേരെ സ്ലോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ബാത്റൂമിൽ നിന്ന് നേരെ കണക്ട് ചെയ്ത് വന്നിട്ട് 2 എൻട്രൻസ് ഉണ്ട്. അതായത് 2 സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് 2 സൈഡിൽ നിന്നും സെപ്പറേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് ഒറ്റ മാനുവളാക്കി കൊടുത്ത് ക്ലിയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ സെപ്പറേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ സെപ്പറേറ്റ് കുഴിയിലേക്ക് ചാടിച്ചു. അതിനുശേഷം നമ്മൾ ഈ വരുന്നത് കണ്ടോ, ഈ കാണുന്ന സിങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ സിങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് നേരെ കൊണ്ടുവന്ന് നമുക്ക് ഏകദേശം 1 മീറ്ററോളം വ്യാസം വരുന്ന, 1 മീറ്ററോളം ഉള്ളളവ് വരുന്ന രീതിയിലുള്ള, 1 മീറ്റർ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററെങ്കിലും താഴേക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ആഴമുള്ള കുഴിയാണ് കൊടുക്കേണ്ടത്. സിങ്കിൻ്റെ വേസ്റ്റിൻ്റെ കുഴി കുറച്ച് ആഴത്തിൽ കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ സിങ്കിൻ്റെ വേസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ നിറയാനുള്ള ചാൻസും, അതുപോലെ തന്നെ സിങ്കിൻ്റെ വേസ്റ്റ് പ്രത്യേകിച്ച് അഴുകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കുഴി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് സിങ്കിൻ്റെ വേസ്റ്റ്. അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം വരുന്നുണ്ട്. കുളിക്കുന്ന വെള്ളത്തിൻ്റെ ഏരിയയിൽ നമുക്ക് ഇതുപോലെ തന്നെ 1 മീറ്റർ താഴ്ചയും 1 മീറ്റർ ഉള്ളളവും വരാവുന്ന രീതിയിലുള്ള കുഴിയായാലും മതി. കാരണം വെള്ളം വലിയുന്ന സ്ഥലമാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വെള്ളം വലിഞ്ഞ് ക്ലിയർ ചെയ്ത് പൊക്കോളും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൻ്റെ പറഞ്ഞു, കിച്ചൻ്റെ സിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ ആണ്. 4 ഇഞ്ചിൻ്റെ ഓവർഫ്ലോ വരുന്നുണ്ട്. 4 ഇഞ്ചിൻ്റെ ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക് ക്ലിയർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ഓവർഫ്ലോ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ 4 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. 4 ഇഞ്ചിൻ്റെ പൈപ്പും അതുപോലെ തന്നെ 2 ഇഞ്ച് എയർ പൈപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് പൈപ്പ് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ സ്ലോപ്പ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഏറ്റവും മുകളിലൊരു ബാത്റൂമുണ്ട്. ആ ബാത്റൂം നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നതിന് ശേഷം രണ്ടും കൂടി ഒരു കാര്യം ശ്രദ്ധിക്കുക, ബാത്റൂമുകളിൽ 4 ഇഞ്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബ്ലോക്ക് ഇല്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫിറ്റിങ്സുകൾ, അതായത് എൽബോ, അതുപോലെ തന്നെ എൽബോകളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഷോർട്ട് ബെൻഡ് ഉപയോഗിക്കാം, ബെൻഡ് ഉപയോഗിക്കാം, വൈ ഉപയോഗിക്കാം, 45s ഉപയോഗിക്കാം. എൽബോ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് നമുക്ക് പറയാനുള്ള അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ തന്നെ സിങ്കിന് വേസ്റ്റ് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കിൻ്റെ വേസ്റ്റിന് വേണ്ടിയിട്ട് 2 സിങ്കുകൾ വരുന്നുണ്ട്. ഒരിക്കലും ബ്ലോക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് സിങ്കിൻ്റെ ഏരിയയാണ്. അപ്പോൾ സിങ്കിൻ്റെ ഏരിയ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ഏരിയയും കിച്ചണും നമ്മൾ കണക്ട് ചെയ്യാൻ 3 ഇഞ്ച് പൈപ്പാണ് നമ്മൾ കുഴിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് 2.5 ആയിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും 2 ഇഞ്ചായിട്ട് നമ്മൾ സിങ്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 3 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ട് നോർമൽ ലെവലിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഒരു 90% കുറവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ സിങ്കിൻ്റെ വേസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസ് ചെയ്യാവുന്ന രീതിയിലുള്ള എയർ പൈപ്പും അതുപോലെ തന്നെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഗുണമായിരിക്കും. കാരണം സിങ്കാണ് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്മെല്ല് അതുപോലെ തന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിൽ സ്മെല്ല് വന്നിട്ട് വീട് മൊത്തമായിട്ട് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സ്മെല്ല് ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് പൈസ കാര്യങ്ങൾ മുടക്കേണ്ടി വരും. കംപ്ലീറ്റ് പൈപ്പുകളൊക്കെ അത്യാവശ്യം മാറ്റി ക്ലിയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സെപ്പറേറ്റ് ലൈൻ തന്നെ പുതിയതായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരാറുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ്സായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.